ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലൗഡ്ഫ്ലെയറിൻ്റെ ഫ്രീ SSL വിൻഡോസിൻ്റെ IISൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സെർവറിൻ്റെ പേര് ഉള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. IISൻ്റെ ഇൻ്റർഫേസ് ആണിത്. അതിൽ സെർവർ സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഓപ്പൺ ചെയ്യുക. അതിൽ CSR എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. കോമൺ നെയിം, ഇതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, അത് കൊടുക്കുക. ഇനി ഓർഗനൈസേഷൻ, അതൊക്കെ ഡീറ്റെയിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. നെക്സ്റ്റ് ഇതിൽ ബിറ്റ് 2048 ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് CSR സേവ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ചോദിക്കുന്നത്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഒരു പേരും കൊടുക്കാം. വെബ്സൈറ്റ് CSR എന്നാണ് ഓപ്ഷൻ വരിക. ഇതാണ് CSR. ഇത് കോപ്പി ചെയ്യുക. ഇനി ക്ലൗഡ്ഫ്ലെയറിൻ്റെ ഒറിജിൻ സെർവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്രിയേറ്റ് സർട്ടിഫിക്കറ്റ് ചൂസ് ചെയ്യുക. ഇതിൽ യൂസ് മൈ പ്രൈവറ്റ് CSR എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മുടെ CSR കോപ്പി ചെയ്ത്. വേറെ ചേഞ്ചസ് ഒന്നും വേണ്ട. നെക്സ്റ്റ് ക്രിയേറ്റ് ഓപ്ഷൻ കൊടുക്കുക. PEM ഫോർമാറ്റ്, ഇത് നമുക്ക് ഇതാണ് സർട്ടിഫിക്കറ്റ്. ഇത് ഡൗൺലോഡ് ചെയ്യുക. നമുക്കൊരു പുതിയ ഫയലിൽ സേവ് ചെയ്യാം. ഈ ഫയലിനെ നമുക്ക് CER എന്നുള്ളൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫയൽ നെയിം എക്സ്റ്റൻഷൻ എനേബിൾ ചെയ്യുക. CRT ആണ് ഡിഫോൾട്ട് സർട്ടിഫിക്കറ്റിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കണം. ഡീറ്റെയിൽസിൽ പോയി കോപ്പി ടു ഫയൽ, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ CSR സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഫയൽ നെയിമിൻ്റെ പേര്, നെക്സ്റ്റ് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുക. ഫയൽ എക്സ്പോർട്ടഡ് സക്സസ്ഫുള്ളി മെസ്സേജ് വരും. ക്ലോസ് ചെയ്യുക. വീണ്ടും IIS ഓപ്പൺ ചെയ്യുക. അതിൽ ബൈൻഡിങ്സിൽ പോയിട്ട് നമുക്ക് SSL എനേബിൾ ചെയ്യണം. ഇവിടെയും ഹോസ്റ്റ് നെയിമിൻ്റെ ആവശ്യമുണ്ട്. ഹോസ്റ്റ് നെയിം ജസ്റ്റ് കോപ്പി ചെയ്യട്ടെ. ഇതാണ് ഹോസ്റ്റ് നെയിം വരുന്നത്.
റിക്വയർ സെർവർ നെയിം ഇൻഡിക്കേഷൻ എനേബിൾ ചെയ്യണം. ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. നമുക്കൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം. HTTP ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി SSL കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ SSL കൂടി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിന് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ചൂസ് ചെയ്യണം. ഫ്രണ്ട്ലി നെയിം നമുക്ക് ഡൊമൈൻ നെയിം കൊടുക്കാം. അത് വെബ് ഹോസ്റ്റിംഗ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ ബൈൻഡിങ് എഡിറ്റ് ചെയ്യുക. ഇതിൽ 2 സർട്ടിഫിക്കറ്റ് കാണിക്കും. ഒന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഡിഫോൾട്ട് സർട്ടിഫിക്കറ്റ് ആണ്. ഈ സെക്കൻഡ് വൺ ആണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ കൊടുക്കുക. ഇത് ഇൻ്റർമീഡിയറ്റ് സർട്ടിഫിക്കറ്റ് മിസ്സിങ്ങിൻ്റെ ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അത് നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിൽ കാണിക്കാം. വീണ്ടും SSL ത്രൂ ഓപ്പൺ ചെയ്ത് നോക്കാം. SSL വർക്കിംഗ് ആണ്. RDP മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. SSL ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്. ഈ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒറിജിൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് ബണ്ടിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ഓപ്ഷനിലാണ്, പക്ഷേ ഞാൻ എങ്ങനെയാണ് അതുകൂടി ആഡ് ചെയ്യുന്നതിൽ കാണിച്ചു തരാം. അത് നമുക്ക് ഇതാണ് സർട്ടിഫിക്കറ്റ്. ക്ലൗഡ് ഫ്ലെയറിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഇനി മാനേജ്മെൻറ്റ് കൺസോളിൽ പോയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ മാനേജ് സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഇൻ്റർമീഡിയറ്റ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഓൾ ടാസ്കിൽ ഇമ്പോർട്ട്. നെക്സ്റ്റ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇതിൽ ചൂസ് ചെയ്യണം. Imported successfully.
ഇനി നമുക്ക് IASൻ്റെ സർവീസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം.